മസ്കത്ത് സലാല സിറ്റി ബസ്സുകളിൽ മുവസലാത്ത് ക്യാഷ് പേയ്മെന്റ് നിർത്തലാക്കുന്നു. ദോഫാർ ഖരീഫ് സീസൺ സലാലയിൽ ഭക്ഷ്യസ്ഥാപനങ്ങളിൽ പരിശോധന, 25 കടകൾ അടപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം ജീവധാര 2026 രക്തദാന ക്യാമ്പുമായി ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ ദേശീയ പൊതുഗതാഗത കമ്പനിയായ മുവാസലാത്ത് മസ്കത്തിലും സലാലയിലുമുള്ള സിറ്റി ബസ്സുകളിൽ ക്യാഷ് പേയ്മെന്റ് നിർത്തലാക്കുന്നു. ഓഗസ്റ്റ് 1 മുതൽ ഇ പേയ്മെന്റ് സംവിധാനത്തിലേക്ക് മാറുന്നതായി മുവാസലാത്ത് അറിയിച്ചു. ഇരു നഗരങ്ങളിലെയും മുവാസലാത്ത് സിറ്റി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി മുതൽ അംഗീകൃത ഇലക്ട്രോണിക് പേയ്മെന്റ് മാർഗങ്ങളിലൂടെ മാത്രമേ ടിക്കറ്റ് നിരക്ക് അടയ്ക്കാനാകൂ. യാത്ര കൂടുതൽ സൗകര്യപ്രദമാക്കുന്നതിന്റെയും പൊതുഗതാഗത സേവനങ്ങളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെയും ഭാഗമാണ് പുതിയ തീരുമാനം. ഇത് പ്രാബല്യത്തിലായാൽ ബസ്സിൽ കയറുന്നതിന് മുമ്പ് അംഗീകൃത ഇ പേയ്മെന്റ് സൗകര്യങ്ങൾ യാത്രക്കാർ ഉറപ്പാക്കണമെന്ന് മുവാസലാത്ത് അഭ്യർത്ഥിച്ചു. 2026 ദോഫാർ ഖരീഫ് സീസണ് മുന്നോടിയായി സലാലയിലുടനീളം ഭക്ഷ്യസുരക്ഷാ പരിശോധന ശക്തമാക്കി ദോഫാർ മുനിസിപ്പാലിറ്റി. ആരോഗ്യ നിയമാവലികൾ ലംഘിച്ചതായി കണ്ടെത്തിയ 25 ഭക്ഷ്യസ്ഥാപനങ്ങൾ അധികൃതർ അടപ്പിച്ചു. നഗരസഭയുടെ ഹെൽത്ത് അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലുള്ള ഹെൽത്ത് കൺട്രോൾ സെക്ഷന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 മാസമായി വിപുലമായ പരിശോധനകളാണ് നടത്തി വരുന്നത്. മുനിസിപ്പാലിറ്റി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പരിശോധനാ സംഘങ്ങൾ 900 ഫീൽഡ് സന്ദർശനങ്ങൾ നടത്തുകയും 150 ആരോഗ്യ നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ 60 സ്ഥാപനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയ 25 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. റെസ്റ്റോറന്റുകൾ, കഫേകൾ, രാത്രികാല ഭക്ഷണശാലകൾ, ഒമാന്റെ പരമ്പരാഗത ഗ്രിൽഡ് ഇറച്ചി വിഭവമായ മിഷ്കാക്ക് വിൽക്കുന്ന കട എന്നിവയുൾപ്പെടെയുള്ള വിവിധ ഭക്ഷ്യ വ്യവസായ സ്ഥാപനങ്ങൾ ഇവയിൽ ഉൾപ്പെടും. നിയമലംഘനം നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കുമെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി അറിയിച്ചു. ദോഫാർ ഖരീഫ് സീസണിൽ താമസക്കാർക്കും സന്ദർശകർക്കും സുരക്ഷിതമായ ഭക്ഷണ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും സേവന നിലവാരം നിലനിർത്തുന്നതിനുമായി ബന്ധപ്പെട്ട മറ്റ് അധികാരികളുമായി ഏകോപിപ്പിച്ച് ഇത്തരം പരിശോധനകളും നിരീക്ഷണ പരിപാടികളും തുടരുമെന്നും നഗരസഭ കൂട്ടിച്ചേർത്തു. കേരള സർക്കാരിന്റെ ലഹരിവിരുദ്ധ ജനകീയ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ സംഘടിപ്പിച്ച ജീവധാര 2026 രക്തദാന ക്യാമ്പ് ശ്രദ്ധേയമായി. മസ്കത്തിലെ ബൗഷർ ബ്ലഡ് ബാങ്കിൽ വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടന്ന ക്യാമ്പിൽ 56 പേർ രജിസ്റ്റർ ചെയ്തതിൽ 50 പേർ വിജയകരമായി രക്തദാനം നടത്തി. ലഹരിക്കെതിരായ ശക്തമായ സാമൂഹിക സന്ദേശം പ്രചരിപ്പിക്കുന്നതിനൊപ്പം യുവാക്കളെ രക്തദാനം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികളുടെ സജീവ പങ്കാളിത്തം പരിപാടിക്ക് കൂടുതൽ മാറ്റുകൂട്ടി. ദേശീയ രക്തദാതാവായ അഹമ്മദ് ബിൻ ഹമദ് അൽ കസൂറിയും ജീവധാര 2026 ബ്രാൻഡ് അംബാസിഡറുമായ എമിൻ ഐബക്കും പങ്കെടുത്തു. ഇരുവരെയും സംഘാടകർ മൊമന്റോ നൽകി ആദരിച്ചു. രക്തദാന ക്യാമ്പിന് ഒമാൻ മലപ്പുറം ജില്ലാ അസോസിയേഷൻ ഭാരവാഹികൾ നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ ബോധവൽക്കരണവും ജീവൻ രക്ഷിക്കുന്ന രക്തദാന സംസ്കാരവും സമൂഹത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.